നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. PV അൻവറിന് മുന്നിൽ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടുമടക്കി. അൻവറിന്റെ രാജി തെറ്റായ സന്ദേശം നൽകുന്നെന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെയും കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്താണ് വന നിയമ ഭേദഗതി ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. വനമന്ത്രി AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായെങ്കിലും നിയമ ഭേദഗതി വേണ്ടെന്ന നിലപാടിൽ മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. ഭേദഗതി നടപ്പാക്കരുതെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടണമെന്ന അൻവറിന്റെ പരസ്യ പ്രസ്താവന പുറത്തു വന്ന് 48 മണിക്കൂർ തികയുന്നതിന് മുൻപാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു തീരുമാനത്തിലെത്തിയത്. പിണറായി മാറുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. പഴയ പിണറായി ഇങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെ ഒരു ബുദ്ധി ഒരാഴ്ച മുമ്പ് ചെയ്തിരുന്നെങ്കിൽ അൻവറിന് മുൻപിൽ പിണറായിക്ക് തോൽക്കേണ്ടി വരില്ലായിരുന്നു. നിലവിൽ വന നിയമ ഭേദഗതിയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വന നിയമ ഭേദഗതിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോകുന്നത്. കർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വന നിയമ ഭേദഗതിയിൽ സർക്കാരിന് വാശിയില്ലെന്നും നിയമ ഭേദഗതി വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 1961 വന നിയമത്തിൽ ഭേദഗതി തുടങ്ങുന്നത് 2013 UDF ഭരണകാലത്താണ് അത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. കേന്ദ്ര നിയമമാണ്. 38,863 ചതുരശ്ര മീറ്ററാണ് കേരളത്തിൽ വനം. ജനസാന്ദ്രതയും ഭൂമിശാസ്ത്ര രീതികളും കണക്കിലെടുത്താകണം എല്ലാ നിയമങ്ങളും നടപ്പാക്കേണ്ടത്. അതേസമയം വനം സംരക്ഷിക്കപ്പെടണം. ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു ഭേദഗതിയും ഈ സർക്കാരിന്റെ കാലത്തുണ്ടാകില്ല. നിയമ ഭേദഗതി സർക്കാർ തുടരില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പ്രധാന പ്രശ്നമായി തുടരുന്നത് കേന്ദ്ര നിയമമാണ്. വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്രം ഏർപ്പെടുത്തിയ കർശന വ്യവസ്ഥകളാണ് തടസ്സം. സംസ്ഥാന സർക്കാരിന് നിയമ ഭേദഗതി ചെയ്യാനാകില്ല. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ പോലും പരിമിതിയുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മലയോര കർഷകരുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് വനം നിയമ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കഴിഞ്ഞ ദിവസം അൻവർ ആരോപിച്ചിരുന്നു. ഇത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ പ്രഹരമായി മാറി. യഥാർത്ഥത്തിൽ നിയമ ഭേദഗതിയുടെ കരട് വന്നത് മുതൽ ജോസ് കെ മാണിയും നേതാക്കളും മുഖ്യമന്ത്രിയെ കണ്ട് ഇത് ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. വന്യമൃഗ മനുഷ്യജീവി സംഘർഷങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ കർഷകരെ ബലിയാടാക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകരുതെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി അതിന് തയ്യാറായില്ല. അതിന് അൻവറിന്റെ രാജി വരെ കാത്തിരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി എന്ത് തന്നെ പറഞ്ഞാലും അൻവറാണ് ഭേദഗതി നിയമം ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം. നിയമം ഉപേക്ഷിച്ചതിനെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ സ്വാഗതം ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കാര്യമായതിനാൽ വീണ്ടും നിയമം ജീവനോടെ കയറി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. 1961 കേരള വന നിയമം ഭേദഗതി ചെയ്യുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കർഷകർ രംഗത്തെത്തിയിരുന്നു. വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കർഷകരുടെ ജീവിതം വനവുമായി ബന്ധപ്പെട്ടതാണ്. വനത്തിൽ പ്രവേശിക്കുന്നതിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും കടുത്ത ശിക്ഷയാണ് ഭേദഗതി ചെയ്ത വന നിയമത്തിൽ നിർദ്ദേശിക്കുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ തങ്ങളുടെ ജീവിതം കൂടുതൽ സങ്കീർണമാകുമോ എന്ന ആശങ്കയാണ് കർഷകർ പങ്കുവെക്കുന്നത്. ഇടുക്കിയിലെ 70% കുടിയേറ്റ കർഷകരും വനാതിർത്തിയിൽ താമസിക്കുന്നവരാണ്. പലർക്കും സ്ഥലത്തിന് പട്ടയമില്ല. ആകെയുള്ളത് കൈവശ രേഖയാണ്. വനാതിർത്തിയിൽ നിന്നും ചെറിയ വിറക് കഷ്ണങ്ങൾ ശേഖരിച്ചാണ് കുടിയേറ്റക്കാലം മുതൽ ഇവർ അടുപ്പ് കത്തിച്ചിരുന്നത്. വനാതിർത്തിയിലെ പുഴകളിൽ നിന്ന് മീൻ പിടിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും തോട്ടിൽ കുളിക്കുന്നതും മറ്റ് ആവശ്യങ്ങൾക്കായി വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നതും ഇവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇതെല്ലാം വലിയ കുറ്റകൃത്യങ്ങളായി മാറും. ശിക്ഷയായി തടവ് അനുഭവിക്കുകയോ വൻ പിഴ അടയ്ക്കുകയോ ചെയ്യേണ്ടതായി വരുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. വനനിയമത്തിന്റെ സെക്ഷൻ 27, 62 വകുപ്പുകൾ പ്രകാരം വനത്തിനുള്ളിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ 1000 രൂപ വരെയായിരുന്നു വനവകുപ്പിന് ചുമത്താവുന്ന പിഴ. ഇത്തരം കാര്യങ്ങളിൽ വനവകുപ്പ് പലപ്പോഴും പിഴ ചുമത്തിയിരുന്നില്ല. പുതിയ നിയമം വരുന്നതോടെ പിഴ 25,000 രൂപയായി ഉയരും. വനത്തിലൂടെ സഞ്ചരിക്കുന്നതും വനാതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും വളർത്തുമൃഗങ്ങളെ മേയ്ക്കുന്നതും വലിയ പിഴ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളും ആയി മാറും. വനത്തിനുള്ളിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും പുതിയ നിയമം വനവകുപ്പിന് നൽകുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വനത്തിൽ നിന്ന് ആരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വയ്ക്കാം. വനവകുപ്പ് വാച്ചർമാർക്ക് വരെ അറസ്റ്റിന് അനുമതി നൽകുന്ന വ്യവസ്ഥകളുമുണ്ട്. വന നിയമ ഭേദഗതി ഉത്തരവ് മരവിപ്പിക്കണമെന്ന് CPM കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു. വന നിയമ ഭേദഗതിയിൽ LDF-ൽ കടുത്ത ഭിന്നതയാണ് ഉണ്ടായത്. കർഷക വിരുദ്ധമായ ഭേദഗതികളിലെ അതൃപ്തി മുഖ്യമന്ത്രിയെ കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. എന്നാൽ അവരുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഭാഗമായ മന്ത്രിസഭ എടുത്ത തീരുമാനത്തെ കേരള കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് കാര്യം അറിയാതെയായിരുന്നു. വനമന്ത്രിയുടെ മറുപടിയും മുഖ്യമന്ത്രിയുടെ ആശങ്കകൾ പങ്കുവെച്ചെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. ശശീന്ദ്രന് നേരം വെളുത്തില്ലെന്നും ബിൽ പാസാക്കിയാൽ വലിയ പ്രതിഷേധം
മാറ്റമുണ്ടാകുമെന്നും താമരശ്ശേരി ബിഷപ്പ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഭേദഗതിയിൽ തൽക്കാലം മാറ്റങ്ങളൊന്നും വരുത്തേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. കുറ്റം ചെയ്യുന്നവർക്ക് പൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസ് നേതാക്കളെ മന്ത്രി തള്ളിയത്. LDF-ന് സർക്കാരിന് മുന്നിലെ പുതിയ പ്രതിസന്ധിയായിരുന്നു വനനിയമ ഭേദഗതി. പ്രതിപക്ഷത്തിന്റെയും ക്രൈസ്തവ സഭകളുടെയും കടുത്ത എതിർപ്പിനിടെ കേരള കോൺഗ്രസും പരസ്യമായി വിമർശിച്ചതാണ് പ്രശ്നം. വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കാടിനുള്ളിൽ ആക്രമിച്ചാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, അജണ്ട പൊളിച്ചാൽ അറസ്റ്റ് തുടങ്ങിയ വ്യവസ്ഥകൾ കർഷകർക്കെതിരെ ദുരുപയോഗം ചെയ്യുമെന്നാണ് പ്രധാന പരാതി. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ബില്ല് പൂർണ്ണമായും കർഷക വിരുദ്ധമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഗൗരവത്തോടെ പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. 1961 വനനിയമത്തിൽ ഭേദഗതിക്ക് തീരുമാനിച്ചത് 1.5 മാസം മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. അതിനു പിന്നാലെ നിയമ, റവന്യൂ, വനം മന്ത്രിമാർ വീണ്ടും യോഗം ചേർന്നാണ് കരട് അംഗീകരിച്ചതെന്ന് വനവകുപ്പ്. ഒരു ഘട്ടത്തിലും കേരള കോൺഗ്രസ് മന്ത്രി റോഷി പരാതി ഉന്നയിക്കാതിരിക്കെ ഇപ്പോഴത്തെ പ്രതിഷേധത്തെയാണ് വനമന്ത്രി ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ സഭാ നേതാക്കൾ വിമർശനം കടുപ്പിക്കുന്നത് മലയോര മേഖലയിൽ സർക്കാരിനെതിരായ ജനവികാരത്തിന് കാരണമാകുന്നു. മതമേലധ്യക്ഷന്മാർ പക്വതയോടെ പെരുമാറണമെന്ന് പറഞ്ഞ ശശീന്ദ്രനെ താമരശ്ശേരി ബിഷപ്പ് കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. നിലവിൽ നിയമത്തിൽ തന്നെ വാറന്റ് ഇല്ലാത്ത വാച്ചർമാർക്ക് അറസ്റ്റ് ചെയ്യാം എന്നിരിക്കെ ഇനി അത് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിലേക്ക് മാറ്റുന്നത് ദുരുപയോഗം തടയില്ലെന്നാണ് വനവകുപ്പ് ചോദ്യം. അജണ്ട പൊളിക്കുന്നത് കർഷകരല്ലല്ലോ, കയ്യേറ്റക്കാരല്ലേ എന്നും ചോദിക്കുന്നു. നവംബർ 1 കരട് വിജ്ഞാപനം ഇറക്കിയ 1961 കേരള വന നിയമ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് കർഷക സംഘടനകൾ പറഞ്ഞു. കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നിയമ ഭേദഗതി കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നതും വനവകുപ്പിന്റെ കരി നിയമത്തിന് ഏറ്റവും കൂടുതൽ ബലിയാടാകേണ്ടി വരുന്നതും ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരായിരിക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇടുക്കിയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ തട്ടകം. ഇവിടെ അദ്ദേഹത്തിന് അതിൽ ബുദ്ധിമുട്ടുണ്ടാകും. ജയിക്കുന്ന കാര്യം തന്നെ പ്രതിസന്ധിയിലാവും. എന്നിട്ട് റോഷി ഇല്ലാതാക്കി ശശീന്ദ്രനെ രക്ഷിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. റോഷിക്ക് മന്ത്രിസഭയിൽ കമാന്ന് മിണ്ടാനുള്ള ശേഷിയില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ജനുവരിയിൽ ചേരുന്ന സമ്മേളനത്തിൽ ബിൽ നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വനവകുപ്പ്. ഇടുക്കിയിലെ 70% കുടിയേറ്റ കർഷകരും വനാതിർത്തിയിൽ താമസിക്കുന്നവരും വനവകുപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. പലർക്കും പട്ടയവുമില്ല. ആകെയുള്ളത് കൈവശ രേഖയാണ്. വനാതിർത്തിയിലെ പുഴകളിൽ നിന്ന് മീൻ പിടിച്ചും വനമേഖലയിലൂടെ സഞ്ചരിച്ചുമാണ് ഇവിടുത്തുകാരുടെ ജീവിത രീതി. പുതിയ നിയമം വരുന്നതോടെ ഇതെല്ലാം കുറ്റകൃത്യത്തിന്റെ ഭാഗമാകും. വനവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനും കുടിയേറ്റ കർഷകരെ വേട്ടയാടാനും നിയമം ഉപയോഗിക്കുന്നെന്നും കർഷകർ പറയുന്നു. ഇതിനിടയിലാണ് അൻവർ വന നിയമ ഭേദഗതി ഏറ്റെടുത്തത്. ഇതോടെ പിണറായി പ്രതിസന്ധിയിലായി. നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണം അൻവറിന്റെ മൈലേജ് വർദ്ധിപ്പിച്ചു. ഇതെല്ലാം പിണറായി ഞെട്ടിച്ചു. പുറമെ അൻവറിനെ കുറിച്ച് പറഞ്ഞ് മുഖ്യമന്ത്രി പൊട്ടിച്ചിരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളു പൊള്ളുകയായിരുന്നു. ഇതിനിടയിൽ MLA സ്ഥാനം കൂടി രാജിവെച്ചതോടെ സംഭവിക്കാൻ പോകുന്ന അപകടം പിണറായി മനസ്സിലാക്കി. ക്രൈസ്തവ നേതാക്കൾ അൻവറിനെ സ്വാഗതം ചെയ്തതോടെ പിണറായി ബുദ്ധിമുട്ടിലായി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം പിണറായി തോൽക്കുന്നത്, അതും PV അൻവർ എന്ന ഒറ്റയാനുമായി.